എമ്പുരാന് ശേഷം മോഹൻലാലിൻ്റെ അടുത്ത ചിത്രം പുറത്തിറങ്ങി. തുടരും എന്നാണ് ആ സിനിമയുടെ പേര്. വലിയ തോതിൽ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർ അതിനെ കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ള വിലയിരുത്തലുകളും റിവ്യൂസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ എമ്പുരാൻ റിലീസ് ചെയ്യപ്പെട്ടതുപോലെ വലിയൊരു ചർച്ചകളോടുകൂടി അല്ലെങ്കിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി വന്നൊരു ചിത്രമല്ല. ഒട്ടും ഹൈപ്പില്ലാതെ ഇന്നിപ്പോൾ ആ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ മാത്രമാണ് ആളുകൾ അറിഞ്ഞത്. പക്ഷേ ഇന്ന് ചിത്രം ഈ തരുൺ മൂർത്തി അടക്കമുള്ള ഇതിൻ്റെ അണിയർ പ്രവർത്തകർ ഇതിൻ്റെ പരസ്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്ററുകളോ ഈ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇട്ടപ്പോൾ തന്നെ മോഹൻലാലിനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും നിറയുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ എമ്പുരാൻ്റെ മേലുള്ള മോഹൻലാലിനോടുള്ള കലിപ്പ് ഇപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തിന് തീർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ തുടരും എന്ന സിനിമയുടെ പോസ്റ്ററുകൾക്ക് താഴെയുള്ള മോശം അധിക്ഷേപങ്ങളും കമൻറ്റുകളും. പക്ഷേ അതിനൊക്കെ മാറ്റിക്കൊണ്ട് പടം വലിയ തോതിൽ ആളുകൾ ഇരച്ചു കയറുന്നൊരു സ്ഥിതി കാണുകയാണ്. അപ്പോൾ മോഹൻലാൽ ഈ നേരത്തെ എമ്പുരാൻ്റെ മേലിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു കറ ഇതിലൂടെ അദ്ദേഹത്തിന് നീക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി വരികയാണ്. നിഷാദ്, എങ്ങനെയാണ് ഇപ്പോൾ തുടരും എന്ന പടത്തിലൂടെ മോഹൻലാൽ വീണ്ടും ഒരു വലിയ തിരിച്ചുവരവ് നടത്തുന്നൊരു വിലയിരുത്തൽ വരുന്നു? മോഹൻലാലിനെതിരെ ഉണ്ടാകുന്ന ഈ അധിക്ഷേപങ്ങളും ഈ വിമർശനങ്ങളും ഒക്കെ അതിജീവിക്കുന്നത് കൂടിയാവുമോ തുടരും? ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായില്ലെന്ന് പറഞ്ഞില്ല. തുടക്കത്തിൽ അതിൻ്റെ വലിയ ഹൈപ്പ് ഉണ്ടാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും മോഹൻലാലിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു പടം വരുന്നതിന് മുമ്പ് മോഹൻലാൽ അടക്കമുള്ള അതിൻ്റെ ക്രൂ, എൻ്റെ നായകനും നായികയൊക്കെ വരികയും ഒരുമിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുകയും അതിൽ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരും. അതിൻ്റെ വിസിബിലിറ്റി ഉണ്ടാവും. ഇത്തവണ അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിൻ്റെ കാരണം ഊഹിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം വന്നിരിക്കുമ്പോൾ എമ്പുരാനിലെ മസൂദ് അതിൻ്റെയൊക്കെ ചോദിച്ചു എന്താ അവിടുത്തെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം, കഥാസന്ദർഭം, ഗുജറാത്തൊക്കെ ചോദിക്കും. അതിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തു. അതുകൊണ്ടുകൂടിയാണ് അതിൻ്റെ വിസിബിലിറ്റി എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊമോഷണൽ സൈഡിൽ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പടം ഭയങ്കരമായിട്ടുള്ള റിവ്യൂസാണ് കാണുന്നത്. നമ്മൾ പടം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ പടത്തെക്കുറിച്ച് അഭിപ്രായം പറയാനല്ല ഇവിടെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, മോഹൻലാലിന് കിട്ടുന്ന സ്വീകാര്യത, ആ പടം കണ്ട മുഴുവൻ ആളുകളും ആ പടത്തെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നു. മോഹൻലാലിനെ തിരികെ കിട്ടിയെന്ന് പറയുന്നു. സിനിമ സംവിധായകരായിട്ടുള്ള ആളുകൾ പോലും ആ സിനിമ കണ്ടതിന് ശേഷം കൂടെയുള്ള സുഹൃത്തായ തരുൺ മൂർത്തിക്ക് നന്ദി പറയുന്നു, മോഹൻലാലിനെ തിരികെ തന്നതിനൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മോഹൻലാലിനെ ബഹിഷ്കരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ സംഘം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എമ്പുരാൻ വന്നതിന് ശേഷം മാത്രമൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ ക്ഷണിക്കപ്പെട്ട അപൂർവം വ്യക്തികളുള്ള ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹം പക്ഷേ പോയില്ല. അദ്ദേഹം വിദേശത്തായിരുന്നു. ആ സമയത്ത് വിദേശത്ത് പോയി. അദ്ദേഹം പോകാതിരുന്ന സമയം മുതൽ സംഘം അദ്ദേഹത്തെ ശത്രു പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെ കാണുന്ന വഴിക്കൊക്കെ തെറി വിളിക്കും. ഇപ്പോഴും തുടരുന്നുണ്ട്. എമ്പുരാൻ വന്നപ്പോൾ അതിൻ്റെ പീക്കിലെത്തി. അപ്പോൾ ഞങ്ങൾ കൊണ്ടുനടന്ന ഞങ്ങളുടെ ഒരു താരം ഞങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയോട് സഹകരിക്കുന്നില്ലേ എന്ന മട്ടിൽ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നത്. ഇന്നിപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ബിഗിനിങ് ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. വൻ ഹിറ്റാവും, വിവാദങ്ങളൊന്നും ഇല്ലാതെ. എമ്പുരാൻ വലിയ വിവാദങ്ങളുടെ അകമ്പടിയോട് കൂടി ഹിറ്റായെന്നാണല്ലോ. വിവാദരഹിതമായി ഹിറ്റാവാൻ പോവാണിത്. ഒരു പക്ഷേ ഒരു ദൃശ്യം പോലൊക്കെ വന്നേക്കാം. ഇതിൻ്റെ ഒരു ട്രെൻഡ് കണ്ടാണ് തോന്നുന്നത്. സംഘം, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിൻ്റെ താരപദവി, അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള ബന്ധം, ജനങ്ങൾക്കിടയിലുള്ള സ്നേഹം, സംഘത്തിന് ഒരു സ്റ്റേക്കും ഇല്ലാത്ത കാര്യമാണ്. അതെന്നാണ് സംഘം മനസ്സിലാക്കേണ്ടത്. സംഘം തിരിഞ്ഞു നിന്നുകൊണ്ട് മോഹൻലാലിൻ്റെ താരപദവിക്ക് കേരളത്തിലൊരു ഇളക്കവും തട്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തെ മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ആ സ്നേഹത്തിന് തടയിടാനോ ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇനി സിനിമയൊന്നും ഹിറ്റാവാൻ പോകുന്നില്ല എന്ന മട്ടിലുള്ള അവരുടെ അതിവിചാരത്തിന് ഷോക്കേറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സംഘം മനസ്സിലാക്കേണ്ടത്, അവർ വിചാരിച്ചാൽ മോഹൻലാലിൻ്റെ പടം വിജയിപ്പിക്കാനും പറ്റില്ല. അവർ വിചാരിച്ചാൽ മോഹൻലാലിൻ്റെ ഏതൊരു പടം വിജയിപ്പിക്കാനും പറ്റും. വിജയിപ്പിക്കാൻ ഏതെങ്കിലും പറ്റും. മോഹൻലാലിൻ്റെ ഒരു പടം മോശം പടം എടുത്ത് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും കലാമൂല്യമൊന്നും ഇല്ലാത്തൊരു പടം ഇനിയിപ്പോൾ അങ്ങോട്ട് വിജയിപ്പിക്കാൻ, വാമനപുരം ബസ് റൂട്ട് വിജയിപ്പിക്കാൻ സംഘം തീരുമാനിച്ചാൽ വിജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, അത് കാണരുന്ന അവർ പറഞ്ഞ ആളുകൾ അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തുടരുമിൻ്റെ ആദ്യത്തെ കളക്ഷനിൽ വലിയ പങ്കാളിത്തം അവർക്കുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അതുകൊണ്ട് ഞങ്ങളുടെ ആൾ ഞങ്ങൾ കൈവിട്ടാൽ പോകുമെന്നുള്ള അവരുടെ വിചാരം പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത്. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, മലയാളത്തിന് ഒരിക്കലും അകറ്റി നിർത്താൻ കഴിയാത്ത വിധം അടുത്ത് നിൽക്കുന്ന ഒരു താരമാണ് മോഹൻലാൽ. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പലതും വേണ്ടത്ര വിചാരിച്ച നിലയ്ക്കുള്ള വിജയം ഉണ്ടാക്കിയില്ല. പക്ഷേ ഇങ്ങനൊരു പടം, ഇപ്പോൾ 2 പടങ്ങൾ അടുപ്പിച്ച് മോഹൻലാൽ വലിയൊരു ഹിറ്റ് ഉണ്ടാക്കുന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. മോഹൻലാലിനെ പോലെ ഒരു താരത്തെ നമുക്ക് ഇനിയും കൈവിട്ട് കളയാൻ സമയമായിട്ടില്ല. അദ്ദേഹം കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാക്കട്ടെ, കൂടുതൽ പ്രേക്ഷക ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കട്ടെ എന്നാണ്. എമ്പുരാൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനൊരു
മാപ്പപേക്ഷ കുറിപ്പൊക്കെ പുറത്തിറക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് പോലും അദ്ദേഹത്തെ തള്ളി പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം അത്രയും സമ്മർദ്ദം, ഒരു ബിസിനസ്സാണല്ലോ, ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദം ചെറുതായിരിക്കില്ല. ഇവിടുത്തെ ഫേസ്ബുക്കിലെ ബഹളമൊന്നും കണ്ടിട്ടാണ് അന്നത്തെ മാപ്പപേക്ഷ ഞാൻ വിചാരിക്കുന്നില്ല. വലിയ കോളുകൾ വന്നിട്ടുണ്ടാവും. കാരണം ഇത് ആരെയാണ് ഹിറ്റ് ചെയ്യുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ഗുജറാത്ത് കലാപത്തെ എടുത്തു വെച്ചിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വന്നിട്ടുള്ള കോളുകളും സമ്മർദ്ദവും ചെറുതായിരിക്കില്ല. അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വന്നു കാണും. കാരണം പലർക്കും ചെയ്യേണ്ടി വരും. അതിനപ്പുറം മോഹൻലാലിനെ മലയാളികൾ സ്നേഹിക്കുന്നുവെന്നും മോഹൻലാലിനെ സ്നേഹത്തിൻ്റെ ആ ധാരയ്ക്ക് തടസ്സമിടാൻ മറ്റാർക്കും കഴിയില്ല എന്ന ഓർമ്മയാണ്. ഇപ്പോൾ പെഹൽഗാമിലെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്ത് ഇവർ വെട്ടിക്കളഞ്ഞ ബാബു ബജ്രംഗിയുടെ പേര് മാറ്റിച്ചല്ലോ ഇവർ ഈ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട്. ബാബു ബജ്രംഗി ആരായിരുന്നറിയോ? 95 പേരെ കൊന്ന നരോദ പാർട്ടിയിലെ പശ്ചാത്താപമില്ലെന്ന് പറഞ്ഞ കൊടും ഭീകരനാണ്. അയാളുടെ പേര് പരാമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കിച്ച ആ പടത്തിൽ നിന്ന് അയാളുടെ പേര് മാറ്റിച്ച മഹോന്നതന്മാരാണ് ഇപ്പോൾ കിടന്ന് മതസൗഹാർദ്ദം, രാഷ്ട്രം, സ്നേഹം എന്നൊക്കെ ബഹളം വെക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അജിംസ്, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് താഴെയാണ് ഭീകര അധിക്ഷേപങ്ങളും തെറിവിളിയും വിമർശനങ്ങളും ഒക്കെ. അപ്പോൾ എമ്പുരാന് ശേഷം വരുന്ന ഒരു പടം വലിയൊരു ഹിറ്റിലേക്ക് പോകുമ്പോൾ അത് മോഹൻലാലിന് കൊടുക്കുന്ന ഒരു സൂചനകളൊക്കെ എന്തായിരിക്കും? അല്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണാതെ നമ്മൾ ആ സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ തരുൺ മൂർത്തി എന്ന സംവിധായകൻ മുമ്പ് ചെയ്ത സിനിമകളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തരുൺ മൂർത്തി ഒരു ലാൽ ഫാൻ ആയിരിക്കും. ഇപ്പോൾ ഈ ലാൽ ഫാൻ ആയിട്ടുള്ളൊരു സംവിധായകൻ, ഉദാഹരണത്തിന് പൃഥ്വിരാജിനെ പോലെ ഒരാൾ സിനിമ ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് നമുക്കറിയാം. പക്ഷേ തരുൺ മൂർത്തിയുടെ മുൻകാല സിനിമകളെ പോലെയാണ് ഈ സിനിമകളെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു നല്ല റിവ്യൂ ആണ്. ഇപ്പം ഇന്ന് രാവിലെ മുതൽ നല്ല റിവ്യൂ ആണ് സിനിമയെ പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അദ്ദേഹം ഇട്ട പോസ്റ്റിനടിയിൽ ഈ പറയുന്ന തെറിവിളി, അത് എമ്പുരാൻ സിനിമയുമായി ബന്ധിപ്പിച്ചാണ്, പൃഥ്വിരാജുമായി ബന്ധിപ്പിച്ചാണ് തെറി വിളിക്കുന്നത്. ആ തെറി വിളിക്കുന്നവരുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കഴിഞ്ഞൊരു 10-15 വർഷം നേരിട്ടൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം മോഹൻലാൽ എന്ന് നടൻ നേരിട്ട പ്രതിസന്ധി, ഇപ്പോൾ ലാൽ ഫാൻസ് അസോസിയേഷൻ, ഇതിൽ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്നവർ സോഷ്യൽ മീഡിയയിൽ വളരെ വിസിബിളാണ്. ഒരുപക്ഷെ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള ഫാൻസ് ഉള്ളത് മോഹൻലാൽ ഫാൻസിനായിരിക്കും. ഇതേ മോഹൻലാൽ ഫാൻസ് തന്നെയാണ് മോഹൻലാലിൻ്റെ മോശം സിനിമകളെ, ഇനി ആവറേജ് സിനിമകളെ പോലും കൂവിത്തോപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ, അതൊരു മോശം സിനിമയൊന്നും ആയിരുന്നില്ല. പക്ഷേ മോഹൻലാൽ ഫാൻസിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സിനിമ ആയതുകൊണ്ട് മോഹൻലാൽ ഫാൻസ് തന്നെ കൂവിത്തോപ്പിച്ചൊരു സിനിമയായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. ഈ മോഹൻലാൽ ഫാൻസ് തന്നെ അതേസമയം നല്ല പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന സാധനം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എമ്പുരാനൊരു ഉദാഹരണം, ആ പടത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അത് മോഹൻലാലിന് മാത്രമുള്ള ഒരു താരം എന്ന നിലയിൽ മോഹൻലാലിന് മാത്രം മലയാളത്തിൽ അവകാശപ്പെടാവുന്ന ഒരു ഫാൻ ബേസാണത്. പക്ഷേ ഈ ഫാൻ ബേസിൻ്റെ മുഖമായി കേരളത്തിൽ സംഘപരിവാർ കുറേ നാളായിട്ട് മാറിയിട്ടുണ്ട്. അതായത് മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തോ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞു. ഞങ്ങളാണ് നിങ്ങളെ ഉണ്ടാക്കിയതെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള അവകാശവാദങ്ങൾ കാണാം. ഞങ്ങളാണ് നിങ്ങളുടെ ഫാൻ ബേസ്, ഞങ്ങളാണ് വിജയിപ്പിക്കുന്നത്. അതേസമയം അതേ സംഘപരിവാർ മോഹൻലാലിനെതിരെ നിന്ന സിനിമയാണ് എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പടമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ മോഹൻലാലിന് തന്നെ തിരിച്ചറിവുണ്ട്, എന്ത് ഞാൻ ഇവരുടെ ഭാഗമല്ല, ഞാൻ മലയാളിയുടെ ഒരു വികാരമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു 80s 90s കിഡ്സിനെ സംബന്ധിച്ച് അവരുടെ ചൈൽഡ്ഹുഡിനെ ഇത്ര മനോഹരമാക്കിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ള ഏറ്റവും നല്ല ഓർമ്മ നോക്കിക്കഴിഞ്ഞാൽ അത് മോഹൻലാലുമായി റിലേറ്റ് ചെയ്തതായിരിക്കും. മോഹൻലാലിൻ്റെ സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ഡയലോഗായിരിക്കും, അദ്ദേഹത്തിൻ്റെ സിനിമ തന്നെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോയതായിരിക്കും, ഏതെങ്കിലും ദാരിദ്ര്യം പിടിച്ച സീനായിരിക്കാം. ഓഫ് കോഴ്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരശരീരമാണ് മോഹൻലാൽ. അത് രാഷ്ട്രീയത്തിനതീതമാണ്, അത് മലയാളികളുടെ ഒരു വികാരമാണ്. ആ ഒരു പ്രിവിലേജ് മലയാളികൾ മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം സ്വയം തിരിച്ചറിയുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം ഞാനിതിൽ കാണുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് വരുന്ന, ഇപ്പോൾ എമ്പുരാനെ സംബന്ധിച്ച് അതൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്, പൃഥ്വിരാജിനെ പോലൊരു ഡയറക്ടറാണ്. ഞാൻ തരുൺ മൂർത്തി മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്തു കഴിയുമ്പോൾ അതിന് പോസിറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് മോഹൻലാലിൻ്റെ ഒരു കമ്മിങ് ബാക്ക് എന്ന നിലയിലും പഴയ മോഹൻലാൽ വരുന്നു എന്നുള്ള നിലയിലും, മറ്റൊന്ന് തരുൺ മൂർത്തി എന്ന സംവിധായകൻ അദ്ദേഹത്തിനൊരു ഹിറ്റ് ഉണ്ടാവുക, തിയേറ്ററിക്കൽ ഹിറ്റ് ഉണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള 2 സിനിമകളും കലാമൂല്യമുള്ള നല്ല സിനിമകൾ തന്നെയായിരുന്നു. പക്ഷേ അത്ര വലിയ വൻ വിജയമായിട്ടില്ല. സൗദി വെള്ളയ്ക്ക് ഓപ്പറേഷൻ ജാവി. അപ്പോൾ ആ അർത്ഥത്തിൽ 2 തരത്തിൽ ആഹ്ലാദിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാൽ ഇത്തരം ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ സഹകരിക്കാൻ ഇനി അങ്ങോട്ട് കൂടുതൽ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കാനും അവരുടെ കൂടെ സിനിമകൾ ഉണ്ടാക്കാനും കഴിയുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം കൊണ്ടൊന്ന് മാറ്റണമെന്ന് പറയാം. തീർച്ചയായും.
അപ്പോൾ എന്ത് തരം വിവാദങ്ങളുണ്ടായാലും എന്ത് തരം രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായാലും നല്ല സിനിമ വന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന മലയാളിയുടെ ഒരു ചരിത്രം അത് വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സാഹചര്യം ദൃശ്യം കൂടിയാണ് കാണുന്നത്.